Hello everyone, welcome to Disha Academy. IBPS POയുടെ എക്സാം നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് ആണ് നമ്മൾ നോക്കുന്നത്. ആർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, എന്താണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്, എത്ര പേര് ഡേറ്റ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ IBPS POയുടെ എക്സാം നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ നല്ല മാറ്റങ്ങളുണ്ട് അല്ലെ. എക്സാം പാറ്റേണിൽ കുറേ ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, IBPS POയുടെ എക്സാം നോട്ടിഫിക്കേഷൻ നമുക്ക് ജസ്റ്റ് വന്നതേ ഉള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഡേറ്റ്സ് നോക്കാം. നിങ്ങൾക്കറിയാം IBPS POയുടെ എക്സാം ആവുമ്പോൾ നമുക്ക് പ്രിലിംസ് എക്സാം ഉണ്ട്, മെയിൻസ് എക്സാം ഉണ്ട്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റുകൾ നോക്കാം. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ ഇന്ന് മുതൽ ജൂലൈ 1 മുതൽ 21 വരെയാണ് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, ജൂലൈ 1 മുതൽ 21 വരെ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫീസും ഇതേ ഡേറ്റുകളിലാണ് നിങ്ങൾ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ PET പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് ഉണ്ടായിരിക്കും, അതും അതുപോലെ തന്നെ നമ്മുടെ ഓൺലൈൻ എക്സാമിനേഷനും ഓഗസ്റ്റ് മാസമായിരിക്കും എന്നാണ് ഇതുവരെയുള്ള ടെന്റേറ്റീവ് ഷെഡ്യൂൾ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓൺലൈൻ പ്രിലിമിനറി എക്സാമിനേഷൻ ഓഗസ്റ്റിൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സെപ്റ്റംബറിൽ നമുക്ക് അതിന്റെ റിസൾട്ട് വന്നിട്ട് ഒക്ടോബറിൽ മെയിൻസിന്റെ ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഓൺലൈൻ പ്രിലിമിനറി എക്സാമിനേഷൻ ഓഗസ്റ്റിലും മെയിൻസ് എക്സാമിനേഷൻ നമുക്ക് എന്നായിരിക്കും ഉണ്ടായിരിക്കുക? മെയിൻസ് എക്സാമിനേഷൻ നമുക്ക് ഒക്ടോബറിലായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അടുത്തത് ഇന്റർവ്യൂ നമുക്ക് ഡിസംബറിലായിരിക്കും. നമ്മുടെ ഡിസംബർ ജനുവരി 2025 ഈ വർഷം അവസാനം അല്ലെങ്കിൽ 2026 ജനുവരിയിൽ നമുക്ക് ഇതിന്റെ ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാം ഏജ് റിലാക്സേഷൻ എത്ര വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം, അതിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്ക് ഈ IBPS POയിൽ വരുന്ന ബാങ്കുകൾ ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, അതുപോലെ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, യൂസിയോ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, അങ്ങനെയുള്ള ഒരുപാട് ബാങ്കുകളാണ് IBPSനകത്ത് വരുന്നത്. അതുപോലെ തന്നെ പ്രൊബഷണറി ഓഫീസർ അല്ലെങ്കിൽ മാനേജ്മെന്റ് ട്രെയിനിയുടെ പേ സ്കെയിൽ വരുന്നത് 48,480 ആണ്. ഓക്കെ, ബേസിക് ആണ്, ബേസിക് സാലറി ആണ്. അപ്പം സാലറി നമ്മുടെ ടോട്ടൽ സാലറി ഇതിനേക്കാൾ എന്തായാലും കൂടുതലായിരിക്കും. അതുപോലെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുന്നത്, നിങ്ങൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നിങ്ങൾക്ക് അറിയാലോ, ഡിഗ്രി ക്വാളിഫൈഡ് ആയിരിക്കണം. ഓക്കെ, ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് മാത്രമേ ഈ ഒരു എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമല്ല സിറ്റിസൺ ഓഫ് ഇന്ത്യ ആയിരിക്കണം. മിനിമം 20 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ഉള്ളവർക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാം. അപ്പൊ ആ ഡേറ്റും കൂടെ ഒന്ന് നോക്കിക്കോ. നിങ്ങളുടെ ബർത്ത് ഡേറ്റ് 2/7/1995 കഴിഞ്ഞിട്ടോ, അതുപോലെ തന്നെ 1/7/2025 ബോത്ത് ഡേറ്റ്സ് ഇൻക്ലൂസീവ് ആണ് കേട്ടോ. അതായത് നിങ്ങൾ 1995 ജൂലൈ 2 ജനിച്ചവരാണെങ്കിൽ അന്ന് മുതൽ ജനിച്ചവർക്കും, അതുപോലെ 1/7/2025 വരെ അത് കഴിഞ്ഞുള്ളവർക്ക്, അത് 2/7/2025 ജനിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ ആണല്ലോ, നിങ്ങൾക്ക് 20 വയസ്സ് ആവത്തില്ല, 20 വയസ്സ് കൗണ്ട് ആവത്തില്ല. ഓക്കെ, അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണെങ്കിൽ 5 ഇയേഴ്സിന്റെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. ബാക്ക്വേർഡ് ആണെങ്കിൽ OBC ആണെങ്കിൽ 3 ഇയേഴ്സിന്റെ ഏജ് റിലാക്സേഷനും അവൈലബിൾ ആയിട്ടുണ്ട്. ഇത്രയാണ് ഏജ് റിലാക്സേഷൻ പറയുന്നത്. അതുപോലെ തന്നെ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. എ ഡിഗ്രി that is graduation in any discipline from a university recognized by the government of India. നിങ്ങൾ ഏതെങ്കിലും ഒരു ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു എക്സാമിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഒരു വാലിഡ് മാർക്ക് ഷീറ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, അതായത് ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടായിരിക്കണം ഈ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം ഏജ് കറക്റ്റ് ആയിട്ട് മനസ്സിലായി, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മനസ്സിലായി. നെക്സ്റ്റ് എക്സാമിന്റെ ആപ്ലിക്കേഷൻ ഫീസ് ആണ്. ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് നമുക്ക് 21 തീയതി വരെയാണ് സമയം അവൈലബിൾ ആയിട്ടുള്ളത്. അതിനു മുമ്പ് അപ്ലൈ ചെയ്യണം. സോ ₹175 ആണ് ST/ST ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ₹850 ആണ് ഇൻക്ലൂസീവ് ഓഫ് GST ആണ്. 850 രൂപയാണ് നിങ്ങൾക്ക് ഈ ഒരു അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, അതുപോലെ സ്ട്രക്ചർ ഓഫ് എക്സാമിനേഷൻ ഞാൻ ആദ്യമേ പറഞ്ഞു, എക്സാമിന്റെ സ്ട്രക്ചറിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ എക്സാമിന്റെ സ്ട്രക്ചർ നമുക്കൊന്ന് നോക്കാം. അതായത് പ്രിലിമിനറി എക്സാമിനേഷൻ ഇംഗ്ലീഷ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിംഗ് എബിലിറ്റി, അത്രയും കറക്റ്റ് ആണ്. എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ് വരുന്നത് അല്ലെ. പ്രിലിമിനറി എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് IBPS PO ആണെങ്കിൽ ഇംഗ്ലീഷ്, ന്യൂമറിക്കൽ എബിലിറ്റി ആൻഡ്
റീസണിങ് എബിലിറ്റി ആണ് എക്സാമിനുള്ളത്. ഇംഗ്ലീഷ് നമുക്ക് വന്നേക്കുന്നത് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ 30 ക്വസ്റ്റ്യൻസ് ആണ് വന്നേക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക് വെച്ച് 30 മാർക്കിന്റെ എക്സാം ആണ്. അപ്പൊ എവിടെ ഈ മാറ്റം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോണ്ടിന്റെ കേസിലാണ്. കോണ്ടിന്റെ കേസിൽ ക്വസ്റ്റ്യൻസിന്റെ നമ്പർ ഒന്നും കുറഞ്ഞിട്ടില്ല, 35 ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ 35 ക്വസ്റ്റ്യന് 30 മാർക്കേ ഉള്ളൂ മാക്സിമം. ഓക്കെ, അതുപോലെ തന്നെ റീസണിങ് എബിലിറ്റി 35 ക്വസ്റ്റ്യൻ 35 മാർക്ക് ആയിരുന്നു പണ്ട്, പക്ഷെ ഇപ്പം 40 മാർക്സ് ആണ്. അപ്പൊ റീസണിങ് എബിലിറ്റിയുടെ മാർക്ക് വെയിറ്റേജ് ഒന്ന് കൂടിയിട്ടുണ്ട്, കോണ്ടിന്റെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ 40 ക്വസ്റ്റ്യൻസ് ആണ്, 40 മാർക്സ് ആണ് നിങ്ങൾക്ക് റീസണിംഗ് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. 30 മാർക്സ് ആണ് കോണ്ടെന്ന്, 30 ആണ് ഇംഗ്ലീഷിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ സെക്ഷണൽ ടൈമിംഗ് ഉണ്ട്. 20 മിനിറ്റ്സ് ആണ് ഇംഗ്ലീഷിനെങ്കിൽ 20 മിനിറ്റ്സ് ഉണ്ട്, കോണ്ടിന് 20 മിനിറ്റ്സ് ആണ് റീസണിങ്ങിനുള്ള. അങ്ങനെ മൊത്തത്തിൽ 1 മണിക്കൂറിന്റെ എക്സാം ആണ്. 100 ക്വസ്റ്റ്യൻ 100 മാർക്കാണ്. പക്ഷേ കോണ്ടിന്റെ ക്വസ്റ്റ്യൻസിനകത്ത് 35 ക്വസ്റ്റ്യനകത്ത് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് 30 മാർക്സ് ആണ്. അതുപോലെ റീസണിങ്ങിനകത്ത് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്ട്രാ മാർക്സ് ഉണ്ട്, 1 ക്വസ്റ്റ്യൻ 1 മാർക്കിൽ കൂടുതലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ 40 മാർക്സ് ആണ്. അപ്പം അതൊരു വലിയ ചേഞ്ച് ആണ് കേട്ടോ. ഇതുവരെയുള്ള എക്സാം പാറ്റേണിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ SBI POക്ക് പ്രിലിംസിന് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഇനി അതുപോലെ നമുക്ക് മെയിൻസ് എക്സാമിനേഷന്റെ കാര്യം നോക്കാം. നമുക്ക് റീസണിങ് നോക്കാം. ഒന്നാമത്തെ സബ്ജക്ട് റീസണിങ് ആണ്. റീസണിങ് നോക്കാം. റീസണിങ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നത് 40 ആണ്, മാക്സിമം മാർക്ക് 60 ആണ്. അതുപോലെ തന്നെ 50 മിനിറ്റ്സ് ആണ് റീസണിങ്ങിന്റെ എക്സാമിനുള്ള ടൈം എന്ന് പറയുന്നത്. അതുപോലെ ജനറൽ എക്കണോമി, ബാങ്കിങ് അവയർനെസ്, ഡിജിറ്റൽ ഫിനാൻഷ്യൽ അവയർനെസ് ഇൻക്ലൂഡിംഗ് RBI സർക്കുലാർസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്തിരിക്കുന്ന ടോപ്പിക്സ് ആണ്. സോ ശ്രദ്ധിക്കുക, അതും 35 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 50 മാർക്സിന്റെ ആണ് അല്ലെ. 50 മാർക്സിന് നമുക്ക് ഇതുപോലെ ഡിജിറ്റൽ ഫിനാൻഷ്യൽ അവയർനെസ് ഇൻക്ലൂഡിംഗ് RBI സർക്കുലാർസ് എന്നൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ മെയിൻസിനകത്ത്. അതും 25 മിനിറ്റ്സിലാണ് നിങ്ങൾ 50 മാർക്സ് സ്കോർ ചെയ്യേണ്ടത്. അതുപോലെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ട്, 35 ക്വസ്റ്റ്യൻസ് ആണ്, 40 മാർക്സ് ആണ് ഉള്ളത്. അതിന് 40 മിനിറ്റ്സ് ആണ് ടൈം അലോക്കേറ്റ് ചെയ്തത്, ഒരു മാർക്കിന് 1 മിനിറ്റ് വെച്ചല്ലേ. ദെൻ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ, ഡേറ്റ അനാലിസിസ്, കോണ്ടിന്റെ DI മോഡലാണ് നമുക്ക് മെയിൻസിന് വരുന്നത്. 35 ക്വസ്റ്റ്യൻസ് 50 മാർക്സ് ആണുള്ളത്. അതിന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം 45 മിനിറ്റ്സ് ആണ്. അങ്ങനെ 145 ക്വസ്റ്റ്യൻ ആണ് മെയിൻസ് എക്സാമിനേഷന് വരുന്നത്. അതിൽ 200 മാർക്കാണ് മാക്സിമം മാർക്ക്, 160 മിനിറ്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത്. 2 hours 40 മിനിറ്റ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ ഇതങ്ങോട്ട് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ വരും. ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിനകത്ത് 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, മാക്സിമം മാർക്ക് 25 ആണ്, അതിന് 30 മിനിറ്റ് ആയിരിക്കും ടൈം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ IBPS POയുടെ നോട്ടിഫിക്കേഷനിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഇതനുസരിച്ച് വേണം പ്രിപ്പയർ ചെയ്യാനായിട്ട്, എക്സാം പാറ്റേൺ അനുസരിച്ച് വേണം പ്രിപ്പയർ ചെയ്യാനായിട്ട്. അതുപോലെ എങ്ങനെയൊക്കെയാണ് ഇത് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.